ജേട്ടാ ജേട്ടാ, മായ എന്ന് പറയാ അവൾ നാട്ടിലേക്ക് പോവാണെന്ന്. ഞാൻ പറഞ്ഞു അവളെ ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ച് ഇവിടെ നമ്മുടെ കൂടെ താമസിപ്പിക്കാൻ പോവാണെന്ന്. ഈ ജയേട്ടന്റെ ഒരു കാര്യം, എപ്പോ നോക്കിയാലും ഈ ഫയലും ഓഫീസും മാത്രമേ ഉള്ളൂ. കിടന്നോളൂ. അങ്ങനെ ഇപ്പൊ കിടക്കുന്നില്ലെങ്കിൽ ശല്യപ്പെടുത്തല്ലേ, ഞാൻ നോക്കട്ടെ. എന്താ ഇത്, കരയുന്നു? കരയാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞത്? ഞാനിപ്പോൾ ചേട്ടനൊരു ശല്യമാണല്ലേ? എനിക്കറിയാം. ചേട്ടൻ ഇപ്പോഴും എന്നെ സുഖമില്ലാത്തവളായിട്ടാ കാണുന്നത്. ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നത് ചേട്ടന് ഇഷ്ടമായിട്ടില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ വന്നത് എനിക്ക് ഇഷ്ടമായില്ലെന്ന്. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഉറക്കം വിളക്കരുതെന്ന്. അതുകൊണ്ടല്ലേ? ഇളയച്ചൻ എന്നെ പറ്റി ഓർത്ത് വിഷമിക്കണ്ട. അഗ്നിപരീക്ഷണം, ധർമ്മസങ്കടം എന്നൊക്കെ പുരാണങ്ങളിലും കഥകളിലും വായിച്ചിട്ടേ ഉള്ളൂ മോളെ. അതെന്താണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. നിന്റെ നന്മയെ കരുതിയാണ് ജയനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചത്. ഇളയച്ച, ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ ഇളയച്ചന്റെ കൂടെ വരാം. ഞങ്ങൾ അവിടെ വന്ന് താമസിച്ചോളാം. എത്ര കാലം എന്ന് വെച്ചാ ശാലിനോട് എല്ലാം ഒളിച്ചു വെക്കും. മോളെ, നേരെ ഒരുപാടായി. ഇളയച്ചൻ പോയി കിടന്നോളൂ. ജയ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മോന്റെ ഭാര്യ ശാലിനി, എന്റെ മകൾ, ജീവിച്ചിരിപ്പുണ്ട്. സത്യമാണ്. താൻ ആരാണെന്നും തനിക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്നും അറിയാതെ ഭ്രാന്താശുപത്രി. എത്ര വർഷമായി കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട്. ശാലിനിയെ നമ്മൾ ഏതെല്ലാം ഡോക്ടർമാരെ കാണിച്ചു, എത്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ മോനെ? ശാലിനിക്ക് ഇനി ഒരിക്കലും സ്വബോധം വീണ്ടും കിട്ടില്ല. മരിച്ചതിന് തുല്യമല്ലേ ഈ സ്ഥിതി? അവിടെ വീട്ടിൽ കഴിയുന്ന നിന്റെ മോൾ ഇന്ദുവിന്റെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവളെ വളർത്താൻ, ഓമനിക്കാൻ അവൾക്കും ഒരമ്മ വേണ്ടേ മോനെ? അതിനവിടെ മായയില്ലേ? മായയ്ക്കെന്നും ഇന്ദുവിനെ നോക്കി കഴിയാനൊക്കുമോ? അവൾക്കും വേണ്ടേ ഒരു ജീവിതം? നിന്റെ സ്ഥിതിയിലുള്ള ഒരാൾക്ക് പുനർവിവാഹം ഒരിക്കലും ഒരു പ്രശ്നമാവില്ല. ഏത് പെൺകുട്ടിയെ വേണമെങ്കിലും നിനക്ക് വിവാഹം കഴിക്കാം. ഒരച്ഛന്റെ, ഒരു മുത്തച്ഛന്റെ സ്വാർത്ഥതയാണെന്ന് കരുതിക്കൊള്ളൂ. ഈ വയസ്സന്റെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് മോനെ. ഇന്ദുവിനെ ശാലിനി പ്രസവിച്ചു എന്നേ ഉള്ളൂ. ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തുന്നത് മായയാണ്. എനിക്കൊരപേക്ഷയുണ്ട്. മോൻ മായയെ വിവാഹം കഴിക്കണം. എന്താണ് ഈ പറയുന്നത്? അതെ മോനെ, വിവാഹ ദിവസം തന്നെ വിധവയാവേണ്ടി വന്ന എന്റെ മായയെ എനിക്ക് വിശ്വാസമുള്ള ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന സമാധാനത്തോടെ എനിക്ക് കണ്ണടയ്ക്കാമല്ലോ. നിങ്ങൾക്കാകുമ്പോ പരസ്പരം അറിയാം. രണ്ടുപേർക്കും ഉണ്ടാകുന്ന കുറ്റങ്ങളും കുറവുകളും പൊറുക്കാനും മറക്കാനും സാധിക്കും. അവൾക്ക് ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും വേണം, അതെനിക്കറിയാം. പക്ഷേ ശാലുവിനെ മറക്കാൻ കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത വേദനകളും ഓർമ്മകളും ഇല്ല ജയദേവ. എന്റെ മകളാണ് ശാലിനി. അവളുടെ ഭർത്താവിനോട് അവളുടെ അച്ഛൻ തന്നെയാണ് അപേക്ഷിക്കുന്നത് മായയെ വിവാഹം കഴിക്കണമെന്ന്. എന്റെ കൊച്ചുമോൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടായി കാണാൻ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
മോള് ഞാൻ പറയണൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനും എന്റെ ഇന്ദുമോളുമായി ഇവിടെ കഴിഞ്ഞോളാം. നിന്റെ ഇന്ദുമോളോ? നീയാണോ ഇന്ദുമോളെ പ്രസവിച്ചത്? നാളെ ജയദേവൻ വേറൊരു വിവാഹം കഴിച്ചാൽ ഇന്ദുവിനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ? എവിടെന്നോ വരുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നമ്മുടെ ഇന്ദുമോളെ ഏൽപ്പിക്കാന്ന് വെച്ചാൽ ആ സ്ത്രീ ഇന്ദുവിനെ സ്നേഹിക്കും എന്നുള്ളതിന് എന്താ ഉറപ്പ്? അവൾക്കൊരമ്മയുടെ സ്നേഹം കൊടുക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. എന്റെ കാലം കഴിഞ്ഞാൽ നിന്റെ കാര്യം ആര് നോക്കും മോളെ? ഇനി ഒരിക്കലും സ്വബോധം തിരിച്ചു കിട്ടുകയില്ല എന്ന് എല്ലാ ഡോക്ടർമാരും വിധി എഴുതിയ ശാലിനി. എന്ത് സമാധാനമാണ് മോളെ എനിക്കുള്ളത്? ശാലിനിക്ക് വേണ്ടി, അവളുടെ മോൾക്ക് വേണ്ടി നീ ചെയ്യുന്നൊരു ത്യാഗമാണെന്ന് വിചാരിച്ചാൽ മതി. നിന്നെ ജയദേവൻ വിവാഹം കഴിച്ചാൽ ഇന്ദുമോൾക്ക് ഒരിക്കലും സ്വന്തം അമ്മ കൂടെയില്ല എന്ന തോന്നലുണ്ടാവില്ല. ഇളയച്ചൻ പറഞ്ഞത് മോളൊന്ന് ആലോചിക്കും. ഇളയച്ചൻ നിന്റെയും ഇന്ദുമോളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ചേട്ടാ, എനിക്കെന്റെ ഉണ്ണിക്കുട്ടനെ കാണണം. അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് വിഷമില്ലെന്നാണോ നീ പറയുന്നത്? എന്റെ മനസ്സ് നീയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ നാളെ ഞാൻ ശാലിനിയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോകും. നീ ആ സമയത്ത് ഹോസ്റ്റലിൽ പോയി മോനെ കാണണം. നാളെ വൈകിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാനും കൂടെ വരാം. ജയേട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ? മുറി കാണാതായപ്പോ ഞാൻ പേടിച്ചു പോയി. അങ്ങനെ അങ്ങ് പേടിക്കാൻ പോയാലോ? ഞാൻ അമ്മാവനുമായിട്ട് സംസാരിക്കായിരുന്നു. സമയം എത്രയായി? അച്ഛൻ ഉറക്കം വരുന്നില്ലേ? മോള് പോയി കിടന്ന് ഉറങ്ങിക്കോ. ചെല്ലിയാ മോൻ കരയല്ലേ? ഇന്ദു ഇപ്പൊ വരും. നീ ഇന്ന് കോളേജിൽ വരുന്നില്ലേ? എല്ലാവരും പോയി. നീ പോയിക്കോ, ഞാൻ ഇന്ദു വന്നിട്ട് വരാം. ഈ ഇന്ദു ഇന്ന് എന്താ ഇത്ര താമസിക്കുന്നത്? മോൻ കരയല്ലേ? ചേച്ചി പോയി മോന്റെ ചേച്ചിക്ക് ഫോൺ ചെയ്തിട്ട് വരാം.
മമ്മി എന്താ മോനെ കാണാൻ വരാത്തെ? മമ്മി മായേ, ആരെ മമ്മി ഈ ആന്റി? ഈ കുട്ടി നിന്റെ ഇത് ഡാഡി മമ്മി ഇവിടെ ഇല്ലെന്ന് ഡാഡി എന്നോട് നുണ പറഞ്ഞു അല്ലേ? എല്ലാം ഈ അച്ഛന്റെ തെറ്റാണ് മോളെ. നിന്റെ അസുഖം ഭേദമാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ നിന്റെ മോളുടെ ഭാവിക്ക് വേണ്ടി മായയ്ക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ ഈ അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് മോളെ. ഹലോ, ഡോക്ടർ തോമസ് മാത്യു അല്ലേ? ശാലിനി, വരൂ.
നമുക്ക് പുറത്തേക്ക് പോവാം. ഞാനൊരു സെഡറ്റീവ് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഉറങ്ങട്ടെ. ഉണരുമ്പോൾ വിളിച്ചാൽ മതി. ഞാനാ ജയട്ടൻ. ഞാനാ മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോകണം. ഇല്ല ഇളയച്ച, ശാലിനി ഒന്നും ചെയ്യില്ല. ഒന്നുമില്ല ഇളയച്ച. ഇപ്പോൾ ഉറക്കമാണെന്ന് തോന്നുന്നു. മുറി പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. വേണ്ട, നിങ്ങളിവിടെ വന്നാ മതി. നിങ്ങളെയൊക്കെ കാണുമ്പോ വീണ്ടും ശാലിനി ശാലിനി നിങ്ങൾ ആരാണ്? പോകാൻ, ഇവിടെ പോകാൻ, പോകാൻ. പോകൂ, എന്റെ അടുത്ത് വരരുത്. ശാലിനി പോകാൻ, പോകാൻ. Stop it! ശാലിനി നന്നായി അഭിനയിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മറന്നുപോയി. വർഷങ്ങളായി പലതരത്തിലുള്ള മാനസിക രോഗികളുടെ ഇടയിൽ കഴിയുന്ന ഒരു ഡോക്ടറെ അടുത്താണ് അഭിനയിക്കുന്നതെന്ന്. ഡോക്ടർ,
ഞാൻ എങ്ങനെ മനസ്സിലാക്കിയെന്നല്ലേ? ഞാൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഒരു നിമിഷം ശാലിനി ഭ്രാന്ത് അഭിനയിക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോയി. ഞാൻ നിങ്ങളുടെ ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു കുടുംബ സുഹൃത്തു കൂടിയാണ്. ശാലിനിയുടെ വിഷമം എനിക്കറിയാം. പക്ഷേ ഇത് അതിനുള്ളൊരു പരിഹാരമാകുമോ? ആകും ഡോക്ടർ. ഡോക്ടർ എന്നെ സഹായിച്ചാൽ. ഞാൻ സഹായിച്ചാലും? അതെ, എനിക്ക് പിന്നെയും പഴയ അസുഖം തുടങ്ങിയെന്ന് ഡോക്ടർ പറയണം. ഞാൻ വീണ്ടും ഭ്രാന്തിയായെന്ന്. വർഷങ്ങളായി ഞാൻ കഴിഞ്ഞ ആ ഹോസ്പിറ്റലിലേക്ക് എന്നെ വീണ്ടും കൊണ്ടുപോകണം. What do you mean? I am a doctor. ഒരു ഡോക്ടർക്ക് അതൊരിക്കലും ചെയ്തുകൂടാ. പ്ലീസ് ഡോക്ടർ, എനിക്ക് വേണ്ടി അല്ലെങ്കിലും എന്റെ മായയ്ക്ക് വേണ്ടി. വിവാഹ ദിവസം തന്നെ വിധവയായ അവൾക്ക് ജയേട്ടനൊരു ജീവിതം കൊടുത്തു. ഞാനത് അറിഞ്ഞാൽ ദുഃഖിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത്? അവളുടെ ജീവിതം തട്ടിപ്പറിക്കാൻ എന്നെ കൊണ്ടാവില്ല. എന്റെ ഇന്ദുമോൾ, അവളെ ഞാൻ പ്രസവിച്ചെന്നേ ഉള്ളൂ ഡോക്ടർ. വളർത്തിയത് എന്റെ മായയാണ്. ഞാൻ എന്റെ മകൾക്ക് ഒരു ഓർമ്മ മാത്രമാണ്. ശാലിനി, എന്തൊക്കെയായാലും ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടർ ഈ കുടുംബത്തിന്റെ നല്ല സുഹൃത്താണെന്ന്. അത് വെറും ഭംഗിവാക്കല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ചേട്ടന് വേണ്ടി, മായയ്ക്ക് വേണ്ടി ഡോക്ടർ ഇത് ചെയ്യണം. ഞാൻ അസുഖം മാറി ഇവിടെ വന്നതൊക്കെ ഒരു ദുസ്വപ്നം പോലെ എല്ലാവരും മറന്നോളൂ. പ്ലീസ് ഡോക്ടർ. ഹലോ, ഹോസ്പിറ്റലല്ലേ? ഡോക്ടർ തോമസ് മാത്യു. ഒരു ആംബുലൻസ് അയക്കണം മിസ്റ്റർ ജയദേവന്റെ വീട്ടിലേക്ക്. മിസ്സസ് ജയദേവന് വേണ്ടി ഒരു റൂം ശരിയാക്കണം. ഡോക്ടർ, എന്തു പറ്റി? ഐ എം സോറി ജയദേവൻ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ശാലിനിക്കൊരു ഷോക്ക് ഉണ്ടാകരുതെന്ന്. ജയേട്ട, എന്നോട് ക്ഷമിക്കൂ. ജയേട്ടനോടൊത്തുള്ള ഈ ജീവിതം ശാലിനിയുടെ അനുവാദമില്ലാതെ ഞാൻ കടം വാങ്ങിയതാണ്. അവൾ ആവശ്യപ്പെടാതെ തന്നെ ഞാനത് അവൾക്ക് തിരിച്ചു കൊടുക്കുന്നു. ശാലിനി ഇപ്പോൾ ഒരു മനോരോഗിയായി അഭിനയിക്കുകയാണ്. ജയേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ മിന്നിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ഈ നാടകത്തിന് തിരശ്ശീലയിടുന്നു. എന്റെ മോൻ ഉണ്ണിക്കുട്ടൻ ശാലിനിയുടെ മോനല്ലേ? ഞാനവനെ അവളെ ഏൽപ്പിക്കുന്നു. മായ.